എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരം. ഇന്നലെ രാത്രി 7:30-നും 8-നും ഇടയ്ക്കാണ് കൂളെ റോട്ട് ഒരു ബൈക്ക് വരുന്നത്. 3 IT ഉള്ളവരാണെന്നാണ് തോന്നുന്നത്. വെള്ള ഡ്രസ്സും നീല പാൻസുമാണ്. ഇവർ സ്കൂൾ നടയിലെത്തി, വെയിറ്റ് ഷെഡിൻ്റെ അവിടെ എത്തി. ഞാൻ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കത്തിലും നിൽക്കുമ്പോൾ മൊട്ടം ചീത്ത വിളിക്കുന്നു. അവരുടെ കൂടി 2 സ്ത്രീകൾ വരുന്നു, അവരെയും ചീത്ത വിളിക്കും. അതിനുശേഷം കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നു. ഇവർ സ്വന്തം നാടാണ്, എൻ്റെ നാട്ടിലാണ്. ധനുശ്വരം വെയിറ്റ് ഷെഡിൻ്റെ അവിടെ വേറെ ആരും ഇല്ല, ലൈറ്റ് മാത്രമുണ്ട്, ഇരുട്ടാണ്. യുവമാർ അട്ടഹാസം ഭയങ്കരമായിട്ട് കാണിക്കുന്നു. യുവമാർ കോളേജ് റോട്ടാണ്, അവിടെ കൂടിയാണ് വന്നത്. അവിടെ കൂടി വന്ന് NSS ക്യാമറ നോക്കിയ ഉടനെ അറിയാം. എന്നാലും നമ്മൾ പോലീസിനെ ഈ ലൈവ് പറഞ്ഞിട്ട് പോലും പോലീസ് അവിടെ എത്തില്ല. പാറശാല പോലീസ് എത്തിയിട്ടില്ല. ഇത്രയും കൂട്ടു നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെന്ന് പാറശാല പോലീസ് കാണുന്നുണ്ട്. ഇന്ന് 2ാമത്തെ ദിവസം നമ്മൾ തുടരെ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. അവിടുത്തെ നീതി കിട്ടണവരെ ലൈറ്റ് എറിഞ്ഞ് പൊട്ടിക്കല്, അവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യമുണ്ടെന്ന് തന്നെ പറയാം. ആ റോട്ടിൽ രാത്രി 7 മണി കഴിഞ്ഞാൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ തന്നെ എത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ആ ഇടവഴി റോട്ടിലാണ് ഇവർ താവളം, പിടിച്ചുപറി എല്ലാം ഉള്ള റോഡാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. പാറശാല പോലീസ് കാണുന്നുണ്ടോ? ഇലക്ഷൻ അടുത്തിട്ട് പോലും നിങ്ങൾ 8:30 വട്ടത്ത് പോലും എത്തുന്നില്ല. അതുപോലെ സ്ക്വാഡ് പോലീസും എത്തുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ് നമ്മളെ പാറശാല. ദീർഘദൂര ഓട്ടക്കാരനാണ് ഇത് പറയുന്നത്. ഇത്രയും ഒരു സ്റ്റേഷൻ ഇരുന്നിട്ട് അവിടെ പോലീസ് ഇടണമെന്ന് ഇതിനു മുമ്പ് ഞാൻ ഓടിയിട്ട് പോലും 3 ഗുണ്ടാ വിളയാട്ടം നടന്ന സ്ഥലമാണ് ധനുവച്ചോരം. എന്നിട്ട് പോലും ആ വെയിറ്റിംഗ് ഷെഡിൽ പോലീസ് ഇട്ടിട്ടില്ല. ഇപ്പോഴും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. രാത്രികാലം ഒറ്റയ്ക്ക് പോകാൻ പോലും പേടിയാണ് ജനങ്ങൾക്ക്. നമുക്ക് നമ്മളെ നാടായതുകൊണ്ട് നമുക്ക് പേടിയില്ല. അന്യ നാട്ടിലുള്ളവരൊന്നാണ് ഇവിടെ ആളാവുന്നത്. IT ഉള്ളവർ. അത് ഞാൻ അറിഞ്ഞത് വെള്ള ഡ്രസ്സും നീല പാൻസും ഇട്ടുകൊണ്ടാണ് എനിക്ക് പോവാൻ വയ്യത്. IT യുവമാർ മൊത്തം ചീത്ത വിളിക്കുന്നു. ഒരു സ്വന്തം നാട്ടിലുള്ളവരെ ചീത്ത വിളിക്കുന്നു. പിന്നെ എങ്ങനെയുള്ള ദൂരമുള്ളവർ ഇവിടേക്ക് വന്ന് ഇവിടെ അധികാരം തേടുന്നുണ്ട്. ഈ ധനുശ്വരം പ്രദേശത്ത് രാത്രികാലങ്ങളിൽ എവിടേക്കും കിടക്കുന്നവർ. അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും വരുന്നത് ഈ റൂട്ടാണെന്ന് നമുക്ക് പറയാം. കഞ്ചാവ് എത്തുന്ന, അതായത് ഇവരിൽ കഞ്ചാവ് ഉണ്ടായിരുന്ന അതും എനിക്കറിയാൻ പാടില്ല. റെയിൽവേയിൽ നിന്നാണ് കഞ്ചാവ് ഇവിടെ വെയിറ്റ് ഷെഡിൽ എത്തുന്നത്. അവിടെ നിന്നാണ് പൊതിയായിട്ടാണ് പല വാക്കും പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിലുള്ള ഗുണ്ടകളാണോന്നും ഒരു സംശയമുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്നത്. അടയേക്ക് ഒരുത്തനെയും ഞാൻ കൊടുക്കാൻ വേണ്ടി നിന്നത് തന്നെ. പക്ഷെ അവന്മാർ പിന്നെ ബൈക്ക് കൊടുത്തുകൊണ്ട് പെയ്യ് കളഞ്ഞു. ഒറ്റയ്ക്ക് ഒരുത്തനെ കിട്ടി ഞാൻ വിടൂല, കൊന്നു കളഞ്ഞാലും വിടൂല. എൻ്റെ കൈ കിട്ടി ഞാൻ കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അവന് കൊടുക്കാൻ വേണ്ടി നിന്നത് തന്നെ. അവന്മാർ ചീത്തയും വിളിച്ചിട്ട് നിൽക്കാത്തതിന് പെയ്യേന്തിന് അപ്പോഴവന്മാർക്ക് അറിയാം. പക്ഷേ എൻ്റെ കിട്ടിയ കേസ് പല രീതിയിലേക്കും കൊടുക്കുകയും ചെയ്യും. അവന്മാരെ ഞാൻ കുറിക്കുകയും ചെയ്യും. NSS ക്യാമറ ഞാൻ എടുത്തിട്ട് ഈ ദിവസത്തെ ക്യാമറ എടുത്തിട്ട് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കും. അത് NSS സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് ക്യാമറ എടുക്കുന്നുണ്ട്. ഇതാരാണ്? ഇവരെ 3 ഫോട്ടോ തെളിഞ്ഞല്ലോ ആ ക്യാമറയിൽ, അത് മതിയല്ലോ. എന്നിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് പോലുമില്ല. പാറശാല പോലീസ് കാണുന്നുണ്ടോ? പാറശാല പോലീസ് നമ്മളെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്റ്റേഷനാണ്. ആരും ഒരു ഇതില്ല, ഇതാണ് ഒരു ടച്ച് ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ്. ഇന്ന സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നാലും അത് നിങ്ങൾ കേസ് കൊണ്ട് അങ്ങ് വരും, ഞങ്ങൾ പിന്നെ നോക്കിക്കോളും. അടി വന്നാലും അത് കഴിഞ്ഞിട്ടാണ് നോക്കണത്. എന്നാൽ പോലീസ് ആ സ്പോട്ടിൽ അവിടെ എത്തണമെന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ദേശീയ കായികത. അതങ്ങനത്തെ ഒരു സ്റ്റേഷൻ. നമ്മളൊരു വാർത്ത പറഞ്ഞാൽ അവിടെ ഉടനെ പോലീസ് എത്തും. ഇത് പോലീസ് എത്തുന്നില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഉദാഹരണത്തിന് കഞ്ചാവ് വിൽപ്പന തകർത്തിടുന്ന നമ്മൾ വാർത്ത 100 പറയുമ്പോൾ ഒരു കയറ്റം എത്തും. അങ്ങനത്തെ സ്റ്റേഷനുകളാണ്. അതുപോലെ എക്സൈസ് ഇവർക്കൊക്കെ പോലീസ് കൂട്ടുകാരുണ്ട്. ഇതിലുള്ള വിങ്ങുണ്ട്. ഇവർക്ക് താവളം കൊടുക്കാനും പൈസ കൊടുക്കാനും ഇതിലെത്തിക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു വിങ്ങുണ്ട്. ഇത് നമ്മളെ പോലെയുള്ളവർ പറയണത് ഇവർക്ക് കണ്ണ് കടിയാണ്. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞ ജീവിതം പെയ്യാലും വാർത്ത എടുക്കാൻ നേരത്തെ ആരെന്ത് ചെയ്താലും ആ വാർത്ത എടുത്തിട്ട് തന്നെ നമ്മൾ മാറും. നമ്മൾ ആരും കണ്ട് പേടിക്കണവരൊന്നുമില്ല. ഞാനും പഠിക്കുമ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോലെയൊക്കെ നടന്നിട്ട് നമ്മൾ മര്യാദയ്ക്ക് തന്നെ നടന്നു. ഇതുപോലെയൊന്നും ഇത്ര IT വിദ്യാർത്ഥികളെന്ന് പറയണ ഇത്രയും അഴുക്ക ചീത്ത വിളിയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത്ര മോശമായിട്ടുള്ള ഇവന്മാർ കഞ്ചാവ് ലഹരി അടിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അതാ ലഹരി വിൽപ്പനയ്ക്കുള്ള സമൂഹത്തിലുള്ളവരാണെന്നോ അറിയാൻ പാടില്ല. ഈ റൂട്ടാണ് ലഹരി വിൽപ്പന. ലൈറ്റുകളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന സ്ഥലമാണെന്നാണ് പറയാം. പണ്ടേ ഈ സ്ഥലം പേടിയാണ്. കോളേജ് റോട്ട് പോവാൻ അത്രയും ദൂരം ഭയങ്കര പേടിയാണ്.
ആർക്കും പേടിയാണെന്ന് പറയാം. അങ്ങനത്തെ പേടി സ്വപ്നമുള്ള സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്ക് വാർത്ത പറയും, എനിക്ക് പേടിയൊന്നുമില്ല. ശ്രാവണി ഇന്നും ജീവിച്ചാൽ നാളെ മരിച്ചാലും കുഴപ്പമില്ല. സത്യം പുറത്തു കൊണ്ടുപോകും. ഇനി നമ്മൾ നാളെയും ഈ വാർത്ത തുടരും. ഇപ്പോൾ പാറശാല പോലീസ് എത്തുന്നവരെയും തുടരും. ഇത് പോലീസ് അവിടെ കാണുന്നില്ല. ഇങ്ങനെ നിരന്തരം പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റില്ല ഈ റൂട്ട്. ട്രെയിനിൽ വേണം ഒരു 6 മണി കഴിഞ്ഞാൽ അതിലേ വരൂല്ല. അങ്ങനത്തെ റൂട്ടാണ്. ധനേശ്വരം കോളേജിൻ്റെ അവിടെ നിന്നും സ്കൂളിൻ്റെ അവിടെ വരുന്ന ഇടവഴി 2 ഭാഗത്തും സ്കൂളുകളാണ്. അപ്പോഴീ മോട്ടിക്കാനും ഇതൊക്കെ ചെയ്യാനും ഭയങ്കര സമൂഹത്ത് നടക്കാൻ നല്ലൊരു സ്ഥലം അവിടെ. താവളമാറ്റ ആ റോഡ് കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാം. 2 സൈഡും സ്കൂൾ മാത്രമാണ്, 2 മതിലുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഒരു 500 മീറ്റർ വരെ വീടുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് മോഷണത്തിന് ഭയങ്കര 2 പിടിച്ചു പറിച്ചുകൊണ്ട് അപ്പുറത്തും ഓടാം ഇപ്പുറത്തും ഓടാം. ഇത് NSS ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ പരിശോധിച്ച് ഇന്നലെ 7:45-നും 8 മണിക്കും 8:15-നുള്ള ക്യാമറ പരിശോധിച്ച് ഇവരെ പിടിക്കാം. ക്യാമറയിൽ ഇവരെ 3 മുഖം തെളി, വെള്ള ഉടുപ്പും നീല പാൻസുമാണ് ഇവരെ എത്തിക്കുന്നത്. ഇപ്പോഴും ഇവർ താവളത്തിലുണ്ട്. അവർ ഒരു കൂസലില്ല, പോലീസെന്നോ ആരെന്നോ ഒരു കൂസലില്ലാതാണ് അവർ അത്ര ചീത്തവിളി നടക്കുന്നത്. ആരധികാരം കൊടുത്തോന്ന് തരും എനിക്കറിയില്ല. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഈ കാലത്ത് കട്ടാത്ത പോലും ഈ റോഡ് മൊത്തം ഈ ചീത്ത വിളിച്ചുകൊണ്ട് പോകണ കാണാം. സ്ത്രീകളെയൊക്കെ മൊട്ടം ചീത്തയാണ് വിളിക്കുന്ന റോഡ് ബസ് കയറാൻ നിൽക്കുന്ന സ്ത്രീകളെ പോലെ. ഇങ്ങനത്തോളന്മാരെ അറസ്റ്റ് ചെയ്യണം. 3 ഗുണ്ടാവളയാത്ര നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ആ ഗുണ്ടയ്ക്ക് വേണ്ടിയാണ് ഞാൻ 3 തവണ ഓടിയത്. വെയിറ്റ് ഷെഡ് പോലീസ് ഇടുക. എന്നിട്ട് പോലും ഇത്രയും ദിവസം ആ വെയിറ്റ് ഷെഡ് അത് കെട്ടി വെച്ചിട്ട് ഒരു പോലീസ് പോലും അവിടെ ഇട്ടിട്ടില്ല രാത്രി കാലങ്ങൾ. ഇത്രയും വല്ലാത്തൊരു സ്ഥലമാണ്, ആർക്കും പേടിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം IT നടയിലുള്ള ലൈറ്റ് നമ്മൾ വാർത്ത പറഞ്ഞിട്ടും കൊടുത്തില്ല. ഇപ്പം മറ്റേ വാർത്തകൾ ഇന്ന് എന്നോട് ചോദിച്ചു, ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പറ, നമ്മൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. 2 ദിവസത്തിന് IT അടുത്ത് ഒരു ലൈറ്റ് ഉണ്ട്, അത് അണഞ്ഞിട്ട് ഇതുവരെ കത്തിയിട്ടില്ല. MLA ഫണ്ടിൽ ഉപയോഗിച്ച ലൈറ്റാണ്. ഇലക്ട്രിസിറ്റി പറയുമ്പോൾ പറയും വേറെ എവിടെ പറയാം, അവിടെ പറയുമ്പോൾ പറയും ഇപ്പുറത്ത് പറയാം. ഇങ്ങനെ മനുഷ്യരായിട്ട് വട്ട് കളിപ്പിക്കുന്ന കളിയാണ് ഇത് തുടരുന്നത്. അവിടുത്തെ സാമൂഹ്യ വിരുദ്ധരാണെന്നോ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പലതും നടത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ടുള്ള സംഭവമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുല. എൻ്റെ ബാക്കി നാളെ ഇനി തുടങ്ങാൻ പോകുന്നുണ്ട്. ധനേശ്വരം വെയിറ്റ് ഷെട്ടും ഈ ഭാഗത്തും മോഷണം പരമ്പരയുടെ വാർത്ത തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇനി പോലീസ് എത്തുമെന്ന് നോക്കട്ടെ. ഒരാഴ്ച തുടരെ പറയുമ്പോൾ എൻ്റെ വാർത്ത പറയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഏത് വാർത്ത അപ്പോഴന്നെ ക്ലിക്കാവുന്നതാണ്. 10,000 വരെ ലക്ഷക്കണക്കിന് വരെ കാണുന്നു. അപ്പോഴന്നെ ഉടനെ കറക്റ്റായിട്ട് വാർത്തയ്ക്ക് മൂല്യം ഉണ്ടാവും. പക്ഷേ ഇത് മൂല്യം ഉണ്ടാവും നോക്കട്ടെ.